ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു മത്സരത്തിനും കൂടി ഇറങ്ങാൻ പോകുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സിയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. സോ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നും നിരവധി മിസ്റ്റേക്കുകൾ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ചെന്നൈയിൻ എഫ് സിയുടെ സ്ട്രൈക്കേഴ്സ് ഡാനിയൽ ചിമ്മചൂക്കു, അതുപോലെ തന്നെ മലയാളി താരമായ ഇർഫാൻ യാദവ് എന്നിവരൊക്കെ മികച്ച സ്ട്രൈക്കേഴ്സാണ്. മാത്രമല്ല ചെറിയ അവസരങ്ങൾ കിട്ടിയാൽ വരെ മുതലാക്കാൻ അത് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ് ചെന്നൈയിൻ എഫ് സിയുടെ സ്ട്രൈക്കേഴ്സ്. അതുപോലെ തന്നെ അവരുടെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ വിദേശ താരമായ കോർണർഷീൽഡ് മികച്ച ബോളുകൾ അതല്ലെങ്കിൽ ഡേഞ്ചറസ് ബോളുകൾ ബോക്സിലേക്ക് തരാൻ അല്ലെങ്കിൽ ബോക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള താരമാണ് കോർണർഷീൽഡ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് താരങ്ങളെയും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി അവരുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദിൻലാൻ പുഴ എന്നൊരു ഇന്ത്യൻ താരം അവരുടെ ഡിഫൻസിലുണ്ട്. മികച്ച പ്രകടനമാണ് ചെന്നൈക്ക് വേണ്ടി നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു താരമാണ് പ്രീതം കൊട്ടാൽ. നമുക്കറിയാം ഈ സീസണിന്റെ തുടക്കമെന്നല്ല, കഴിഞ്ഞ സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു താരമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് സെന്റർ ബാക്കായ പ്രീതം കൊട്ടാൽ. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ചെന്നൈയിൻ എഫ് സിയിൽ ജോയിൻ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിരീതിയെക്കുറിച്ച് അറിയാവുന്ന ഒരു താരം കൂടിയാണ് പ്രീതം കൊട്ടാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കബളിപ്പിച്ച് ഗോളടിക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരിക്കും. സോ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വളരെ മോശം പ്രകടനമാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മികച്ച ഒരു ഡിഫൻസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്ലേ ഓഫിലേക്കുള്ള സാധ്യത ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇനി എൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലെവലിലേക്ക് വരാം. സോ ചെന്നൈയിൻ എഫ് സിക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് തോമസ് ഈ മത്സരത്തിൽ ഇറക്കാൻ സാധ്യതയുള്ള ഫോർമേഷൻ 4-2-3-1 എന്ന ഫോർമേഷൻ ആയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ തോമസും അതുപോലെ തന്നെ ടി ജി പുരുഷോത്തമനും 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും ചെന്നൈയിൻ എഫ് സിക്കെതിരായ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കുക. സോ 4-2-3-1 എന്ന ഫോർമേഷൻ ഗോൾ കീപ്പറായി മലയാളി താരം സച്ചിൻ സുരേഷ്. നമുക്കറിയാം അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നിലവിൽ സച്ചിൻ സുരേഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ 4 ഡിഫൻഡർമാരായി ലെഫ്റ്റ് ബാക്കിൽ ഐബൺ ഡോഹ്ലിംഗ് ഒരുപക്ഷെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ 11-ൽ ലെഫ്റ്റ് ബാക്കായി ഐബൺ ഡോഹ്ലിംഗും റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ആയിരിക്കും ഇറങ്ങുക. ഇനി 2 സെന്റർ ബാക്കുമാരായി മോണ്ടിനെഗ്രൻ താരം മിലോസ് പ്രിൻസിച്ചും അതിനോടൊപ്പം തന്നെ ഹോർമിപ്പാവും ആയിരിക്കും ഉണ്ടാവുക. ഇനി 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മലയാളി താരം വിപിൻ മോഹനും അതുപോലെ തന്നെ ഇന്ത്യൻ താരം ഫ്രെഡി ലാൽമാവയും ആയിരിക്കും ഉണ്ടാവുക. ഇനി 2 വിങ്ങുകളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ദ മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നവാസ് സദോയും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ 18 വയസ്സ് മാത്രം പ്രായമുള്ള കോറോ സിംഗുമായിരിക്കും ഇറങ്ങുക. ഇനി ഏക സ്ട്രൈക്കറായി സ്പാനിഷ് താരം ജീസസ് ജിമിനസുമായിരിക്കും ആദ്യ 11-ൽ ഉണ്ടാവുക. ഇനി ഒരുപക്ഷെ ജീസസ് ജിമിനസിന് പകരം ക്വാമി പെപ്ര ആദ്യ 11-ലേക്ക് വരുവാനുള്ള സാധ്യതയുമുണ്ട്. സോ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലേക്ക് വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ നിന്നും ഒരു മികച്ച പ്രകടനം എന്നോണം നമുക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ കാണുവാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ഒന്നും കൂടി ഉണർന്ന് കളിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മത്സരത്തിൽ വിജയിച്ച് കയറുവാനുള്ള ഒരു സാധ്യതയുള്ളൂ. സോ ഇനിയൊരു പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ
കേരള ബ്ലാസ്റ്റേഴ്സ് 2 ചെന്നൈയിൻ FC 0 എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.